പാറ്റോ. എന്റെ മോനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ആണ്. പാക്ക് ഓപ്പണിംഗ് എന്ന് വെച്ചാൽ നമ്മൾ പുതിയതായിട്ട് ബസ്സിനകത്ത് വന്ന പാക്കാണ്. ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു പാക്കാണ്. എന്തായാലും ഗെയിമിനകത്ത് പുതിയൊരു പ്ലെയറിനെ കൂടെ കൊണാമി ആഡ് ചെയ്തിട്ടുണ്ട്. അലക്സാണ്ടർ പാറ്റോ എന്നാണ് പ്ലെയറിന്റെ പേര്. അപ്പോ പിന്നെ ബാക്കിയുള്ള രണ്ട് പ്ലെയറും ഓൾറെഡി പെസിനകത്ത് ഓൾറെഡി ഉണ്ട്. ഡെൽപിയറോയും അഡ്രിയാനോയും മുമ്പ് ഓൾറെഡി ഉണ്ട്. പിന്നെ അഡ്രിയാനോ കൊണ്ടുവന്നിട്ട് ഒരുപാടായി, അതിനുശേഷം ഇപ്പൊ പുതിയതായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് പ്ലേയേഴ്സിന് പറഞ്ഞ സ്കില്ലെന്ന് വെച്ചാല് അപ്പോ പ്ലേയേഴ്സിന് പറഞ്ഞ സ്കില്ലെന്ന് വെച്ചാൽ ഡെൽപിയറോന്ന് പറഞ്ഞത് മൊമെന്റം ഡ്രിബ്ലിങ്ങും ബ്ലിറ്റ്സ് കേളറും ആണ്. പിന്നെ നമ്മൾ അഡ്രിയാനോന്ന് പറഞ്ഞത് ബുള്ളറ്റ് ഹെഡറും പിന്നെ ലോ സ്ക്രീമറും. പിന്നെ പുതിയ പ്ലെയർ അലക്സാണ്ടർ പാറ്റോ ആക്സലറേഷൻ ബസ്റ്റ് ആണ്. ഇങ്ങനെ 3 പ്ലേയേഴ്സിനുള്ള സ്കിൽ ഇതാണ്. അപ്പൊ എന്തായാലും നമ്മളെ ടാർഗറ്റ് എന്ന് വെച്ചാല് അഡ്രിയാനോയും പിന്നെ പാറ്റോ ആണ് നമ്മളെ ടാർഗറ്റ്. ഇതില് 2 പ്ലെയറെ നമുക്ക് വേണം. ഡെൽപിയറുടെ ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ 6 ബ്ലിറ്റ്സ് കേളേഴ്സ് ഉണ്ട്. 6 ബ്ലിറ്റ്സ് കേളേഴ്സ് ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പോലെ ഇല്ല. ഇത് സോളെ മാത്രം കഴിഞ്ഞ ഇതിൽ വന്ന സോളെ മാത്രം എടുത്തിട്ട് അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല പ്ലെയർ ആണ്. പിന്നെ ബ്ലിറ്റ്സിന്റെ ആവശ്യമില്ല എനിക്ക്. അഡ്രിയാനോയും പിന്നെ പാറ്റോയും ആണ് നമ്മളെ മെയിൻ ടാർഗറ്റ്. നമ്മളെ കയ്യിൽ 4600 കോയിൻ ഉണ്ട്. 5 സ്പിന്ന് ചെയ്യാനുള്ള കോയിൻ ഉണ്ട്. അതിനകത്ത് കിട്ടുമെന്ന് അറിയില്ല. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവർക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല. ഡെൽപിയറോന് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഉണ്ട്. പിന്നെ അഡ്രിയാനോ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് ഒക്കെ ഉണ്ട്. എങ്കിലും നമുക്ക് വേണ്ടത് അഡ്രിയാനോയും പാറ്റോയും ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ 900 സ്പിൻ ചെയ്യാൻ പോവാണ് ഗൈസ്. കിട്ടുമെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് 900, ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യത്തെ സ്പിന്നിൽ തന്നെ എപ്പോഴത്തെയും പോലെ നമുക്ക് ഒരു പ്ലെയറെ പോലെ കിട്ടിയില്ല. ആദ്യം തന്നെ ഫുൾ ബേസ് ആണ്. കുഴപ്പമില്ല. 4 ട്രൈ ഉണ്ട്. ഇനിയിപ്പോ 4 ട്രൈ കൂടെ ഉണ്ട്. ഓക്കെ ഗൈസ്, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ സെക്കൻഡ് സ്പിന്നിൽ നമ്മൾ തേഞ്ഞിട്ടുണ്ട്. പഴയ പോലെ ഒരു ഹൈലൈറ്റ് കാർഡ് വന്നിട്ടുണ്ട് ഗൈസ്. പഴയ പോലെ ഒരു ലെക്ക് നമ്മളെ അക്കൗണ്ടിൽ ഇല്ലാന്ന് തോന്നുന്നു. 3 ഹൈലൈറ്റ് കാർഡ് എന്തിന്? പിന്നെ ഒരു 3 സ്പിന്നും കൂടെ ഉണ്ട്. ഏതായാലും ഒരു പ്ലെയർ എങ്കിലും കിട്ടേണ്ടതാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാം. ഓക്കെ, 3ാമത്തെ സ്പിന്ന്. അല്ലാത്തൊരവസ്ഥ തന്നെ. സ്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ട് ഡെൽപിയർ അടിച്ചു. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ കാർഡ് ആദ്യം തന്നു. ഇതിപ്പോ ഒരു ഇതും ഇല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത കാർഡിനെ അവർ തരൂ. ഇനിയിപ്പം ബാക്കി പ്ലെയറെ കിട്ടൂലെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ അക്കൗണ്ടിൽ തന്നെ 7 ബ്ലിറ്റ്സ് ആയി. ഇത് കൂടെ ചേർത്ത് 7 ബ്ലിറ്റ്സ് എന്തിന്? പിന്നെ ഗോൾ പോച്ചറാണ്, ഡെൽപിയറെ ഗോൾ പോച്ചറാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. 2 സ്പിന്നുണ്ട്. 2 സ്പിന്നിൽ ഒരു പ്ലെയറിനെ കൂടെ കിട്ടി കഴിഞ്ഞാൽ ബ്ലാക്ക് ആനിമേഷൻ അടിച്ചാ അത്ര ഇതല്ലായിരുന്നു. ഓക്കെ ഗൈസ്, കിട്ടോ? ലെറ്റ്സ് ഗോ. കിട്ടൂല. ഇതിപ്പോ ഇനി ഫുള്ള് വൈപ്പ് ചെയ്യേണ്ടി വരും കേട്ടോ. എന്തവസ്ഥയാണ് ഗൈസ്. ലാസ്റ്റ് സ്പിന്ന്. ഒരു 100 900 ലാസ്റ്റ് സ്പിന്നാണ്. നോക്കാം കിട്ടോ. 900, 4ാമത്തെ 900, 5ാമത്തെ 900 അല്ലേ?
അഞ്ചാമത്തെ സ്പിന്നാണ് ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. ഗൈസ് അപ്പോ രണ്ടാമത്തെ പ്ലെയറെ കിട്ടിയിട്ടുണ്ട്. ആരായിരിക്കും നോക്കാം. പാറ്റോ ഓർ അഡ്രിയാനോ. ഓ അഡ്രിയാനോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അഞ്ചാമത്തെ സ്പിന്നിൽ നമ്മൾ അഡ്രിയാനോ എടുത്തിട്ടുണ്ട് ഗൈസ്. ടാർഗറ്റിൽ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 100 കോയിൻ ഉണ്ട്. അതിലൊരു പാറ്റയോടെ കിട്ടിയ കിട്ടിയ അപ്പോ ഇനി 100 പ്ലേയേഴ്സ് ഉണ്ട്. 100 പ്ലേയേഴ്സിൽ നമ്മൾ 2 പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട്. ഈ ഡെൽപിയറിന് പകരം പാറ്റോനെ കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു അല്ലേ. ഇനി ഒരു 100 കോയിൻ ഉണ്ട്. കിട്ടൂല. ഓക്കെ ഗൈസ്, പാറ്റോ. എന്ത് ചെയ്യാ. അപ്പോ നമ്മളെ കയ്യിൽ ഒരു 800 കോയിൻ കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും ഓരോ സ്പിൻ വെച്ച് ചെയ്യാം. 100 വെച്ച് 8 സ്പിൻ ചെയ്യാം. അതിനകത്ത് എന്തായാലും കിട്ടുമെന്ന് അറിയില്ല. കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തായാലും ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്യും. എന്തായാലും നോക്കാം ഗൈസ്. ഓക്കെ, ഫസ്റ്റ് 100. ലെറ്റ്സ് ഗോ. 100 തരൂലെന്ന് തോന്നുന്നു. ബാക്കി 2 കാർഡ് 2 സ്പിൻ വെച്ചു. ഓക്കെ, അപ്പോ രണ്ടാമത് 100 തരൂല, ഉറപ്പാണ്. 6 സ്പിന്നും കൂടെ ഉണ്ട്. 6 സ്പിന്നില് 97 പ്ലെയേഴ്സിൽ നമുക്ക് വേണ്ടത് പാറ്റോ ആണ്. പാറ്റോ, അതും 600 കോയിൻ. ഓക്കെ, മൂന്നാമത് 100 കോയിൻ. തരൂല ഗൈസ്. ഇനി 500 കോയിൻ ഉണ്ട് ഗൈസ്. 500 കോയിൻ 5 സ്പിന്നില്. ഇതൊക്കെ ആരടാ. ഇനി ഒരു 4 സ്പിന്നോടെ ഉണ്ട്. 4 സ്പിൻ. പാറ്റോ. എന്റെ മോനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ ലക്ക് ഗൈസ്. അപ്പോ 3 പ്ലേയേഴ്സിനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അതായത് ഏകദേശം ഒരു 5000 കോയിൻസിനകത്ത് 3 പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട് ഗൈസ്. നൈസ് ഗൈസ്. ബാക്കി ഇനി 94 പ്ലേയേഴ്സ് ഉണ്ട്. 94 പ്ലേയേഴ്സിൽ നമ്മൾ 3 പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമ്മള് പ്ലെയർ റിവ്യൂവും കാര്യങ്ങളൊക്കെ എന്തായാലും കളിച്ചു നോക്കിയിട്ട് ഇടണമായിരിക്കും. എന്തായാലും നമ്മൾ 3 പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5100 കോയിൻ എന്തോ സ്പിൻ ചെയ്ത് 5000-നകത്ത് 4000 സംതിങ് കോയിന് നമ്മൾ സ്പിൻ ചെയ്തിട്ട് നമ്മൾ 3 പ്ലേയേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് 94 പ്ലേയേഴ്സ് ഇനി ബാലൻസ് ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് 3 പ്ലേയേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ അക്കൗണ്ടിൽ ഓൾറെഡി ലക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുമ്പ് സ്പിൻ ചെയ്തതിലൊക്കെ നേരത്തെയൊക്കെ പ്ലേയേഴ്സിന് 3 പ്ലേയേഴ്സിനെയൊക്കെ 50 പ്ലേയേഴ്സിനകത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, ഞാൻ വിചാരിച്ച് കിട്ടൂല ഗൈസ്. 100 കോയിൻ വെച്ച് കറക്കുമ്പോ കിട്ടൂലെന്ന് വിചാരിച്ചാണ്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്. നമ്മൾ 3 പ്ലേയേഴ്സ് എടുത്തിട്ടുണ്ട്. സ്കോഡിലിടുന്ന സമയത്ത് ഇങ്ങനെയാണ് ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് നമ്മൾ പ്ലെയർ റിവ്യൂയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, പോയിട്ട് വരാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ഗൈസ്. ബൈ.